കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം. ഞാൻ മുരളി ബമണൂർ. കാവ്യരശ്മിയിലേക്ക് സ്വാഗതം. യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം 2. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ജീവിത കാലഘട്ടങ്ങൾ തമ്മിലുള്ള അന്തരം വേദാഖ്യാന ഘോഷണങ്ങളിലുള്ള യുഗകാലഗണനയ്ക്ക് അനുയോജ്യമല്ല എന്നുകൂടി പ്രസ്താവിക്കുന്നത് ഉചിതമാകുമെന്ന് കരുതുന്നു. ആദികാവ്യരചനയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും ജീവിത കാലഘട്ടത്തിൽ നിന്നും ദശശതാബ്ദങ്ങൾക്കിപ്പുറത്താണ്, അതായത് 1000 വർഷത്തിനിപ്പുറം ബലരാമകൃഷ്ണന്മാരുടെ കാലഘട്ടം എന്ന് വിജ്ഞാനികളായ പണ്ഡിതോത്തമന്മാരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നതാണ് ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു. ഭാരതത്തിലെ ഖനന ഗവേഷണങ്ങളിൽ കണ്ടെടുത്ത വസ്തുക്കളിൽ ആധുനിക ശാസ്ത്രീയ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായവും മേൽപ്പറഞ്ഞ കാലഗണനയെ അനുകൂലിക്കുന്നു. ശ്രീരാമചന്ദ്രൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആദികാവ്യമായ വാൽമീകി രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള ജനപദങ്ങളുടെ അനവധി മടങ്ങ് ജനപദങ്ങളെക്കുറിച്ചാണ് ഭാരതത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. രാമൻ്റെ ജീവിത കാലഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്ന ധാർമ്മിക വ്യവസ്ഥയ്ക്കെതിരായി പ്രവർത്തിച്ചിരുന്നത് കുറേ അധമവൃത്തികളായ രാക്ഷസ പ്രവൃത്തികൾ മാത്രമായിരുന്നു. മഹർഷിമാരുടെ യജ്ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നവർ, മഹർഷിമാരുടെ ആശ്രമങ്ങൾ ആക്രമിക്കുന്നവർ, ഇവരിൽ നിന്ന് യജ്ഞപ്രസ്ഥാനങ്ങളെയും യജ്ഞസ്ഥാനങ്ങളെയും മഹർഷിമാരെയും രക്ഷിച്ച് സുഗമമായ പ്രജാപാലനം നടത്തുക എന്ന കൃത്യമാണ് ശ്രീരാമചന്ദ്രന് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ആദികാവ്യം തന്നെ വ്യക്തപ്പെടുത്തുന്നു. ധാർമ്മികതയിൽ ഊന്നി ജീവിച്ച ജനപദങ്ങളെയാണ് രാമായണ വായനയിൽ നമുക്ക് കണ്ടെത്താനാവുക. വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനെ കണ്ട് ശ്രീരാമചന്ദ്രനെ തൻ്റെ കൂടെ അയക്കണമെന്ന് പറയുന്നിടത്തെ ആവശ്യം തന്നെ യജ്ഞവിദ്വേഷികളായ രാക്ഷസരിൽ നിന്നും രക്ഷ വേണമെന്നതാണല്ലോ. പിന്നീട് പിതൃവാക്യമനുസരിക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്ന് കൽപ്പിച്ച് വനവാസത്തിന് പോവുകയും രാവണനാൽ സീത അപഹരിക്കപ്പെടുകയും പിന്നീട് വാനരസേനയോടുകൂടി ചെന്ന് രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുകയും അയോധ്യയിലെത്തി രാജഭാരം ഏറ്റെടുക്കുകയും ചെയ്യുന്നു ശ്രീരാമചന്ദ്രൻ. രാമചന്ദ്രൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബാല്യകാലത്തേതിൻ്റെ അത്ര സംഘർഷഭരിതമായിരുന്നില്ല ശ്രീരാമചന്ദ്രൻ്റേത്. ജനന ദിവസത്തിനു മുൻപ് തൊട്ടേ ശത്രുക്കളാൽ വേട്ടയാടപ്പെട്ട ബാല്യമായിരുന്നു ശ്രീകൃഷ്ണൻ്റേത് എങ്കിൽ ശ്രീരാമചന്ദ്രൻ്റേത് എല്ലാവിധ സുഖങ്ങളോടും കൂടിയുള്ള ജീവിതമായിരുന്നു വിശ്വാമിത്രൻ്റെ കൂടെ വനത്തിലേക്ക് പോകുന്നതുവരേക്കും. ഭാരതകഥയിൽ ദ്രൗപദി വിവാഹമണ്ഡപത്തിൽ ബ്രാഹ്മണ വേഷത്തിൽ വന്ന മധ്യമ പാണ്ഡവനായ അർജുനൻ മത്സരപരീക്ഷയിൽ വിജയം നേടുകയും ആ ബ്രാഹ്മണകുമാരനെ ദ്രുപദപുത്രി വരണമാല്യം അണിയിക്കുന്നതും കണ്ട് അതികൗതുകത്തോടെ സ്വയംവരത്തിനെത്തിച്ചേർന്ന രാജാക്കന്മാർ ദ്രുപദനോടും വിജയിച്ച ബ്രാഹ്മണരോടും യുദ്ധം പ്രഖ്യാപിച്ച മട്ടിലായി. ഈ അവസരത്തിൽ ദ്വിതീയ പാണ്ഡവനായ ഭീമസേനൻ ആദ്യമായി കൂട്ടപ്പടയെ നേരിടുന്നതിന് കിട്ടിയ അവസരം ആസ്വദിക്കുന്ന മട്ടിൽ ദുര്യോധന കർണ കൗരവാദികൾ കൂടി അടങ്ങിയ സംഘത്തെ നേരിട്ടു. ഭീമമായ ധനുസ്സെടുത്ത് പോരിനൊരുങ്ങി നിൽക്കുന്നവനെയും അവൻ്റെ മുന്നിൽ ഒരു മരം പറിച്ചെടുത്ത് ഇലയൂരിക്കൊണ്ട് നിൽക്കുന്ന പെരുത്ത ശരീരമുള്ള മറ്റൊരുത്തനെയും അവർക്കു പിന്നിൽ നിൽക്കുന്ന മറ്റു മൂവരെയും ചൂണ്ടി കൃഷ്ണൻ ജ്യേഷ്ഠൻ രൗഹിണേയനോട് പറഞ്ഞു, ഞാൻ വാസുദേവനാണെങ്കിൽ ആ കാണുന്ന ഐവർ പാണ്ഡവരെന്നറിയപ്പെട്ടിട്ടുള്ള നമ്മുടെ അച്ഛൻ പെങ്ങൾ കുന്തി മാതാവിൻ്റെ മക്കളാണ്. അവിടെ മുന്നിൽ കാണുന്ന ഭീമശരീരി വൃകോദരനും അടുത്ത് വില്ലുമായി നിൽക്കുന്നത് അർജുനനുമാണ്. രാമകൃഷ്ണന്മാരോടൊപ്പം യാദവ പ്രമുഖന്മാരായിരുന്ന സ്വാതികി, സംകർഷണൻ, പ്രദ്യുമ്നൻ, അക്രൂരൻ, അനിരുദ്ധൻ തുടങ്ങി 20-ലധികം വൃഷ്ണിവീരന്മാരും വന്നിരുന്നു വൈവാഹിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ. കൃഷ്ണൻ്റെ ആഹ്വാനമനുസരിച്ച് അവർ കാഴ്ചക്കാരായി വിവാഹത്തിൽ പങ്കെടുത്ത് മാറി നിന്നു. രാജാക്കന്മാരാകട്ടെ ബ്രാഹ്മണരാണെന്നറിഞ്ഞിട്ടും വിട്ടുവീഴ്ചയ്ക്കൊന്നും നിൽക്കാതെ എതിർത്തു നിൽക്കുന്ന ബ്രാഹ്മണനെയും കൊല്ലാം എന്ന വാദമുയർത്തിപ്പിടിച്ച്
കലാപത്തിന് തുടക്കമിട്ടു. തുടർന്ന കലാപത്തിൽ എതിരിട്ട രാജാക്കന്മാരെ ജയിച്ച് ദ്രുപദാനുവാദത്തോടെ പാഞ്ചാലിയെയും കൂട്ടി ബ്രാഹ്മണർ അവരുടെ സങ്കേതത്തിലേക്ക് തിരിക്കുമ്പോൾ കൃഷ്ണൻ ബ്രാഹ്മണർ ചെയ്ത പ്രവൃത്തി ന്യായം തന്നെയെന്ന് പൊതുജന സമക്ഷം ഉറക്കെ പറഞ്ഞു. പാഞ്ചാലിയെയും കൂട്ടി പടയിൽ ജയിച്ച് അവിടെ നിന്നും ദ്രൗപദീ സമേതരായി മടങ്ങിയ ബ്രാഹ്മണരുടെ സങ്കേതം തേടി കൃഷ്ണനും ബലരാമനും കുംഭാരക്കുടിയിലെത്തി. അവിടെയാണല്ലോ പഞ്ചപാണ്ഡവന്മാരുടെ താവളം. യുധിഷ്ഠിരനെ കണ്ട കൃഷ്ണൻ ധർമ്മജൻ്റെ കാൽ തൊട്ടു വന്ദിച്ച് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ വസുദേവപുത്രനായ കൃഷ്ണൻ. ബലരാമനും കൃഷ്ണനെ അനുകരിച്ചു. അനന്തരം പിതൃസഹോദരിയായ കുന്തിയെ രണ്ടുപേരും നമസ്കരിച്ചു. തീർത്തും അവിചാരിതമായി കുംഭാരക്കുടിയിലെത്തിയ സഹോദരപുത്രന്മാരെ കണ്ട് കുന്തിയും മക്കളും ആശ്ചര്യഭരിതരായി. ആ സന്ദർഭത്തിൽ ധർമ്മജൻ കൃഷ്ണനോട് ചോദിക്കുന്നു, ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് കൃഷ്ണ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന്. കൃഷ്ണൻ അതിനു പറയുന്ന മറുപടി തിരശ്ശീലയിട്ട് അഗ്നിപ്രഭ മറയ്ക്കാനാകുമോ എന്നാണ്. മുന്നേ ഘോരമായ കൊള്ളിവയ്പിൽ നിന്ന് വീരന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാരാകയാൽ രക്ഷപ്പെട്ടു. അന്ധഭൂപതിയുടെയും അനുചരവൃന്ദത്തിൻ്റെയും ഇംഗിതം നടന്നില്ലല്ലോ. നിങ്ങൾക്ക് മേലിലും മംഗളം ഭവിക്കും. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ താമസസ്ഥലത്തേക്ക് പോകട്ടെ, വീണ്ടും കാണാം. അവരിരുവരും അവിടെ നിന്ന് തങ്ങളുടെ കൂടെ വന്നിട്ടുള്ള വൃഷ്ണികളുടെ അടുത്തേക്ക്, അവരേവരും താമസിക്കുന്ന ശിബിരത്തിലേക്ക് പോയി. പാണ്ഡവരുമായുള്ള ഈ സമാഗമം വളരെ രഹസ്യമായിരുന്നു. ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി ഭാഗം അടുത്ത ഖണ്ഡത്തിൽ. നമസ്തേ.